ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴയാണെന്ന് പറഞ്ഞിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ട്. അതുമാത്രമല്ല, ഇന്ന് സ്കൂളിൽ ഇലക്കറി മേളയാണ് കേട്ടോ. അതിന് ഇല വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാം. നമ്മളിപ്പോൾ ഏതായാലും വല്ലാണ്ട് വെറൈറ്റി ഒന്നുമല്ല, വഴുതനയുടെ ഇല വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്. മഴയിൽ തന്നെ നിന്ന് ഇലയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇലയിൽ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വല്ല പുഴുവോ പ്രാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ തളിര് ഇല നോക്കിയിട്ട് നല്ല നോക്കി പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പിന്നെ ഒരുപാടൊന്നും വേണ്ട, കുറച്ചേ വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇനി ഇത് നമുക്ക് നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ പയ്യക്കുട്ടിയും അതൊന്ന് ഇത് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ വേഗമൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങാനും എണീറ്റ് വന്ന് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ വേഗം ആ മഴയത്ത് ഇറങ്ങി വരും കേട്ടോ. പിന്നെ മഴ കൊണ്ട് ഇപ്പോൾ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ, ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇല ഒന്ന് വാർത്തി വെച്ച് വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളി, പിന്നെ കുറച്ച് എരിവിനാവശ്യത്തിനുള്ള മുളക് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ഉഴുന്ന്, കുറച്ചെന്നല്ല ഒരു അത്യാവശ്യം ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ്. നല്ല ഒരു ഉഴുന്നിൻ്റെ ആ ഒരു ഇത് കിട്ടും ഉപ്പേരിക്ക്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ച ഇലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി. ഉപ്പും കൂടെ ഇടാൻ മറക്കരുത്. പിന്നെ ഈ കർക്കിടക ആയതുകൊണ്ട് തന്നെ ഇലക്കറികളും അതേപോലെ പത്തിലത്തോരൻ, പിന്നെ കർക്കിടക കഞ്ഞി, അതിൻ്റെയൊക്കെ ഒരു കാലമാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ കർക്കിടകത്തിൽ നല്ല മഴയും പ്രളയം അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ് അല്ലേ. എന്തായാലും ഇപ്രാവശ്യം വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിവിടങ്ങളിലൊന്നും വല്ലാണ്ട് വെള്ളം കയറ്റം അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടില്ല കേട്ടോ. അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതേ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്പേരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ് അല്ലേ. ഈ ഒരു ഉപ്പേരി ചീര പോലെയല്ല, പക്ഷേ നമ്മൾ ഈ പയറിൻ്റെ ഇലയൊക്കെ കഴിക്കില്ലേ, അതുപോലെ ആണ് കേട്ടോ. ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള ഉപ്പേരി തന്നെയാണ്. അപ്പോൾ ഇത് സ്കൂളിലോട്ട് കൊടുത്തയക്കുമ്പോൾ ഒരു ഇല വാട്ടിയിട്ട് കൊടുത്തയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്ലേറ്റിൽ ഈ ഇലയിൽ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചോറ് പാത്രത്തിലാണ് കേട്ടോ ഉപ്പേരി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.